ചാമ്പ്യൻസ് ലീഗിൽ അടിതെറ്റി റയൽ മാഡ്രിഡ്. ഫ്രാൻസിൽ നടന്ന മത്സരത്തിൽ റയലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ലില്ലെ വീഴ്ത്തിയത്. ആദ്യ പകുതിയുടെ ഇഞ്ചറി ടൈമിൽ പെനാൽറ്റിയിലൂടെ ജോനാഥൻ ഡേവിഡാണ് ലില്ലയുടെ ജയത്തിനുള്ള ഗോൾ നേടിയത്. എംബാപ്പെ പകരക്കാരനായി വന്നെങ്കിലും റയലിനെ തോൽവിയിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞതുമില്ല. ഇതോടെ റയൽ മാഡ്രിഡിന്റെ അപരാജിത കുതിപ്പ് അവസാനിക്കുകയും ചെയ്തു. മത്സരത്തിലുടനീളം പൊസഷനിൽ ആധിപത്യം പുലർത്തിയ റയൽ മാഡ്രിഡ് തങ്ങളുടെ അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ പാടുപെട്ടു. വിനീഷ്യസ് ജൂനിയറും റോഡിഗ്രോയും എംബാപ്പയുമെല്ലാം ലില്ലയുടെ ഗോൾ വല ചലിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ ഇഞ്ചറി ടൈമിലായിരുന്നു ലില്ലയുടെ വിജയ ഗോൾ പിറന്നത്. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡർ എഡ്വാർഡോ കാമവിംഗെ ബോക്സിൽ ഹാൻഡ്ബോളിന് പെനാൽറ്റി വഴങ്ങിയതാണ് കളിയിൽ നിർണായക നിമിഷമായി മാറിയത്. പെനാൽറ്റി കിക്കെടുത്ത ലില്ലയുടെ ജോനാഥൻ ഡേവിഡ് ഒട്ടും പിഴക്കാതെ റയലിന്റെ വല കുലുക്കി. Jonathan David for Lille scores! Argue so often about the rights and wrongs, but I don't think there's much doubt about that. And there's not much doubt. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ പോയ റയൽ രണ്ടാം പകുതിയിൽ തിരിച്ചു വരാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ലില്ലയുടെ പ്രതിരോധത്തിന് മുമ്പിൽ മുട്ടുമടക്കി. ഇതോടെ റയലിന്റെ കഴിഞ്ഞ മത്സരങ്ങളിലെ അൺബീറ്റൻ കുതിപ്പാണ് അവസാനിച്ചത്. 2022 ഒക്ടോബറിന് ശേഷം ഇതാദ്യമായാണ് ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ റയൽ മാഡ്രിഡ് തോൽക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.